ആദ്യഘട്ടത്തിൽ സരീനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സമയത്ത് സരീന എങ്ങനെയാണ് CPM പോലൊരു പാർട്ടി എങ്ങനെയാണ് പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് ഒരാൾ വരുമ്പോൾ സ്വീകരിക്കുന്നത് എന്ന നിലയിൽ ചർച്ചയുണ്ടായിരുന്നു. അത്തരം ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ സരീന സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷം ഈ പാലക്കാട് നടന്ന ഒരു വലിയൊരു ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോക്ക് ശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും എല്ലാ വിഭാഗം ആളുകളും അതിലെ പോഷക സംഘടനകളും DYFIയും SFIയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ഘടകകക്ഷികളുടെ സംഘടനകളും എല്ലാവരും ഒരുമിച്ച് സരിനെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതുപോലെ ജനങ്ങളും സരിനോട് സംസാരിക്കുമ്പോൾ സരിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഈ ശ്രീധരൻ പാലക്കാട് വന്നപ്പോൾ ഉണ്ടായ പൊതുജനങ്ങളുടെ ഒരു 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 മൂവ്മെന്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൽ നിന്ന് പാലക്കാട് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതേപോലെ വിദ്യാസമ്പന്നനായ ഒരാൾ ഒരു നിലപാട് പറഞ്ഞ് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. ആ ആവേശത്തെ തുടർന്ന് തന്നെ സരിൻ പൂർണ്ണമായും വിജയിക്കും എന്ന നിലയിലേക്ക് ആ പ്രചരണം പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ BJPക്ക് അകത്തൊരു സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഞാൻ പ്രതീക്ഷിച്ചത് CPMനകത്ത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ CPMനകത്ത് അത്തരം പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ 3 തവണ കയ്യിൽ നിന്ന് പോയ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായി ഈ അവസരത്തെ ഇടതുപക്ഷം കാണുന്നു. BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ സരിന് ഗുണമായി വരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആ വോട്ടുകൾ സരിനിലേക്ക് വരുന്നു. കോൺഗ്രസിനകത്ത് ഒരാളുടെ മാത്രം നോമിനിയായി വരുന്ന ഒരാൾ, കരുണാകരന്റെ പത്നിയെ അപമാനിച്ച ഒരാൾ, ഉമ്മൻചാണ്ടിയെ ചതിച്ച ഒരാൾ, അങ്ങനെ ഒരാൾക്കെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു. ഈ എല്ലാ വോട്ടുകളും ഡോക്ടർ സരിനിലേക്ക് എത്തുകയും അതൊരു വലിയ ഒരു കംഫർട്ടബിൾ വിക്ടറിയിലേക്ക് സരിൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടിക്കകത്ത് നടക്കുന്ന തെറ്റായ സമീപനങ്ങളെ കുറിച്ച് നിരന്തരം ഞങ്ങൾ പരാതികൾ പറഞ്ഞിരുന്നതാണ്. എല്ലാ നേതാക്കളെയും കണ്ട് പരാതികൾ പറഞ്ഞിരുന്നതാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ശ്രീ ഷാഫി പറമ്പിലും VD സതീശനും തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത്. ആ നിലയിൽ കഴിഞ്ഞൊരു 4-5 വർഷമായി പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരം സ്വേച്ഛാധിപത്യത്തിനെതിരെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന നിലയിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അഭിപ്രായവും സ്വീകരിക്കാതെ പാലക്കാട് DCCയിലുള്ള മുഴുവൻ ആളുകളും രാഹുൽ വേണ്ട എന്ന നിലയിലുള്ള അഭിപ്രായമാണ് സ്വീകരിച്ചത്. ഏറ്റവും അവസാന നിമിഷം പോലും അവരതിനുള്ള ശ്രമം നടത്തി. രാഹുൽ അല്ലാത്ത ഒരാൾ, മുരളീധരൻ വരട്ടെ എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു നോമിനി സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുകയും VD സതീശൻ അതിനു വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടത്തി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണം ഇനി ഈ പാർട്ടിയിൽ ഇതേ നടക്കൂ എന്ന നിലയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ആ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇപ്പോഴും പാർട്ടിയിൽ പുറത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ച ഒരാളല്ല, പാർട്ടി നമ്മളെ പുറത്താക്കിയതാണ്. അപ്പോൾ നമ്മളൊരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ആ തെറ്റായ നയത്തിനെതിരെ BJPയുമായി ഒരു കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ഷാഫി ഇങ്ങനെ ഒരു നോമിനിയെ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാൻ പറ്റാത്തത്, VD സതീശൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന പരിശോധന നമ്മൾ നടത്തിയപ്പോഴാണ് അത് BJPയുമായി ഉണ്ടാക്കിയ ഒരു കരാറാണെന്നും ആ കരാറ് ഈ പറഞ്ഞതുപോലെ വടകര, പാലക്കാട്, ആറന്മുള കരാറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സരിനെ ജയിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് സരിന് പിന്തുണ പ്രഖ്യാപിച്ചതും ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്.